ഹലോ ഗായ്സ്, അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കായൽവാരത്തെ മാതാവിൻ്റെ അടുത്ത് പോകുന്നത്. നമ്മൾ ഇത്രയും എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 20 വയസ്സായി. ഇത്രയും വർഷമായിട്ട് ഇതുവരെയായിട്ട് നമ്മൾ മാതാവിൻ്റെ അടുത്ത്, കായലിലെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് പോകാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ, സാഹചര്യങ്ങളെല്ലാം കിട്ടിയത്. അങ്ങനെ ചേച്ചിമാരെല്ലാവരുമായിട്ടും മാതാവിൻ്റെ അടുത്ത് പോവുകയാണ്. നമ്മൾ പെരുന്നാൾ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞിട്ട് കായൽ വെഞ്ചിരിപ്പുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഇവിടെ വള്ളം ഇടുന്നത്, പള്ളിക്കാർ. അങ്ങനെ ആ വള്ളത്തിൽ നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാതാവ് ഒഴുകി വന്നില്ലേ, അപ്പോഴത്തേക്ക് ഈ പള്ളി കിട്ടുന്ന സമയത്താണ്ട് കായൽവാരത്തെ വെള്ളത്തിനെന്തോ ക്ഷാമം, അങ്ങനെ ഉപ്പ് വെള്ളമല്ലേ കായൽവാരത്തെ, അങ്ങനെ ആ സമയത്ത് ഉപ്പ് വെള്ളം നൽവെള്ളമാക്കി അമ്മ എന്നുള്ള ഒരു ഐതിഹ്യത്തിലാണ് ഈ മാതാവിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സ്റ്റാറും പുൽക്കൂടെല്ലാം അവർ ഈ വർഷമാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയത്. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്തോട്ട് നമ്മൾ വരികയാണ്. ഇവിടെ ഒരു സൈഡിലൊക്കെ ആഴമൊക്കെ ഉണ്ട്. ആ ആഴമൊന്നും ഇല്ലാത്തടത്തോട്ട് നമ്മളിങ്ങനെ വെള്ളമൊക്കെ അടുപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ മാതാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചായിരുന്നു മാതാവിനെ കത്തിക്കാനേ. അങ്ങനെ ഇതാണ് അവിടെ കാൽവാരത്തുള്ള പുൽക്കൂട്. എങ്ങനെയുണ്ട്? കൊള്ളാല, അടിപൊളിയല്ലേ, ഈ വർഷം സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ച മെഴുകുതിരിയെല്ലാം അവിടെ താഴെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കത്തിച്ചു വെച്ച്. അതാ മെഴുകുതിരി അവിടെ കുത്തി വയ്ക്കാൻ നോക്കിയിട്ട് അതവിടെ അടങ്ങിയിരിക്കുന്നില്ല. കാരണം ഒരു കല്ലല്ലേ അവിടെ, കല്ലിൻ്റെ പുറത്തിങ്ങനെ നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു തട്ടൊക്കെ കിട്ടിയാൽ ആ മെഴുകുതിരിയൊക്കെ അങ്ങ് വെള്ളത്തിൽ വന്ന് വീഴും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ലൈറ്റ് സെറ്റിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ മാതാവിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് കരയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയൊന്നും നാളെ കാണാം. ടാറ്റ, ബൈ, സീ യു.